ഇച്ചിരി തലേ ദിവസമൊക്കെ ഒന്ന് കുതിർക്കാൻ മറന്നു പോയാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്തുണ്ടാക്കിയെടുക്കുന്നുള്ള കൺഫ്യൂഷനെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പൂ പോലുള്ളൊരു പാലപ്പത്തിൻ്റെയും അതിലേക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള പാലപ്പത്തിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി വെക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ KK ഈസി പാലപ്പപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 500 ഗ്രാം വെച്ചിട്ട് ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. തയ്യാറാക്കിയെടുക്കേണ്ട രീതികളൊക്കെ ഈ ഒരു പാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയും അതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നിന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ മാവ് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വരെ. ഇനി സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പൊട്ടറ്റോയുടെ സ്റ്റൂ ആണ് നമ്മളിതിലേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിയും പിന്നെ 3 അല്ലെങ്കിൽ 4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാനതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇത് കുക്കായിട്ട് കിട്ടുക. ഇപ്പോൾ അത് എയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കണേ. നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്നങ്ങ് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്നിങ്ങനെ ഉടഞ്ഞു വരുമല്ലോ. ആ ഒരു രൂപത്തിൽ വേണതൊന്ന് ഉടച്ചെടുക്കാൻ. നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും വേണം. വല്ലാണ്ടങ്ങ് അലിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിക്ക് ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു പിടീൻ്റെ അടുത്ത് കണ്ടിട്ട് മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കറി ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ മതി. തിളക്കാനൊന്നും വെക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ നമ്മൾ വല്ലാണ്ടങ്ങ് ചൂടാക്കി എടുത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ അത് കറി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുകൊന്ന് പൊട്ടിച്ചിടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് 1 ടീസ്പൂണ് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ടൊന്നങ്ങ് പൊട്ടിയിട്ട് വരട്ടെ. അതൊന്ന് പൊട്ടിയിട്ട് വന്നപ്പോൾ ഞാനതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൂവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോയുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇനി ചൂടാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു തവി മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഞാൻ സിമ്മിലാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി 2 സൈഡും ഇതുപോലെ ഒന്നങ്ങ് പിടിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി. റൗണ്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സെൻറ്ററിലേക്ക് ആ മാവ് ഇതുപോലെ അങ്ങ് ആക്കിയിട്ട് നമുക്കങ്ങ് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഫ്ലെയിം സിമ്മിൽ തന്നെ ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കിനൊക്കെ അരികൊക്കെ മുരിഞ്ഞിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള പാലപ്പം നമുക്ക് റെഡിയായിട്ട് കിട്ടുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ ഒരു പൊട്ടറ്റോയുടെ സ്റ്റൂ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.